ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുഴമീൻ കറിയാണ്. തേങ്ങ അരച്ച പുഴമീൻ കറി. അതിന് കടലയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ ഫ്രഷായിട്ട് തേച്ച് കഴുകി വെച്ചിരിക്കുന്ന കടലയാണ്. നല്ല ഫ്രഷായിരുന്നു. പിന്നെ കുടംപുളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി എന്നിവയെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ തേങ്ങ അരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയിലേക്ക് മുളക്, കാശ്മീരി മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് ഞാനത് അരച്ച് വെച്ചിരിക്കുന്നത്. തേങ്ങ എടുത്ത് മഞ്ഞൾപ്പൊടിയും മുളകും ഉപ്പും ചേർത്ത്, ഞാൻ ഉപ്പ് ഇപ്പോഴാണ് ചേർത്ത് അരയ്ക്കുക. അരച്ചതിന് ശേഷം ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ആ ചേരുവകളെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വരട്ടി നന്നായിട്ട് വരണ്ട് കഴിയുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച തേങ്ങ അരച്ചത് അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അത് നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കണം. ഇളക്കി ശേഷം ആ ജാറ് തന്നെ കഴുകി ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാനത് ചേർക്കുന്നുണ്ട്. ചേർത്ത് ആ അരിപ്പിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം അത് തിളക്കാനായിട്ട് വെക്കണം. അതിന് മുമ്പ് 2 കുടംപുളി, ആവശ്യത്തിന് നമുക്ക് പുളി ചേർക്കുന്നറിയാം, ആവശ്യത്തിന് കുടംപുളി ചേർക്കുക. കുടംപുളി ചേർത്തതിന് ശേഷം മീൻകറി തിളക്കാനായിട്ട് വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പ് നോക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇല്ലെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുക്കുക. ഞാൻ അരപ്പിൻ്റെ കൂടെ ഉപ്പ് ചേർത്താണ് അരച്ചത്. അതുകൊണ്ടാണ് ഞാൻ ശകലം ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കറി വയ്ക്കുന്നത്. ഉപ്പ് ചേർത്താണ് അരച്ച് എടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ തിളക്കാനായിട്ട് വയ്ക്കുക. തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ കടലക്കുട്ടന്മാർ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കൽ. കുഞ്ഞി കടലയുണ്ട്, 2 വലിയ കടലയുണ്ടായിരുന്നു, ബാക്കിയെല്ലാം കുഞ്ഞിതായിരുന്നു. കുഞ്ഞിത് പിള്ളേർക്ക് കൊടുക്കാം. മുള്ള് കുറവായ മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ്. മുള്ള് കുറവായതുകൊണ്ട് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഈസിയാണ്. തിളച്ച് കഴിയുമ്പോൾ വേണം മീൻ കഷ്ണങ്ങൾ വാരി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിള വന്നതിന് ശേഷം വേണം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തോട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീന് എല്ലാ അരപ്പും പിടിക്കാൻ വേണ്ടി എല്ലാം ഒന്ന് കൊടുത്തതിന് ശേഷം അത് അടച്ച് വെച്ച് ഒന്ന് ഒന്ന് തിള വരണം. ഇത്തിരി നേരം ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് തീ കുറച്ച് വെച്ച് അത് വേകാനായിട്ട് അനുവദിക്കുക. നന്നായിട്ട് തിളയൊക്കെ വന്ന് ഒരു 10-15 മിനിറ്റ് ഇരുന്ന് നല്ല മീനൊക്കെ തെളിഞ്ഞ് എണ്ണ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. മീൻ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കരിവേപ്പില അതിൻ്റെ പുറത്തേക്ക് കരിവേപ്പില ചേർത്താൽ നന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. മീൻ വറ്റിയെന്ന് പറയുന്നത് മീൻ പൊങ്ങി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും